ഇപ്പോൾ നമ്മൾ പോയ വേൾഡ് കപ്പിൽ നെതർലാൻഡിൽ മെസ്സി ഹാൻഡ് ബോൾ ആക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾ കൂടുതൽ കമന്റ് ഉള്ളത്. എക്സാക്ട് അവിടെ എന്താ നടന്നതെന്നറിയോ? മെസ്സിക്ക് ഉണ്ടായ ഒരു ഫൗള് അത് റെഫറി അഡ്വാൻറ്റേജ് പ്ലെയിൻ അപ്പീൽ ചെയ്യുകയാണ്. അത് നേരെ നെതർലാൻഡ്സിന്റെ കയ്യിൽ പോയി. നെതർലാൻഡ്സ് അത് പാസ് ചെയ്ത് നേരെ മെസ്സിക്ക് തന്നെ വരുന്നു. മെസ്സിക്ക് എത്താവാത്ത വിധത്തിനാകുമ്പോഴത്തേക്കും മെസ്സി കൈകൊണ്ട് മനഃപൂർവ്വം അടിച്ചിടുന്നതാണത്. മനസ്സിലായി? ഇവിടെ മെസ്സി അവരെ ഒരു ഗോൾ ഓപ്പർച്യൂണിറ്റി ചാൻസ് കളയുന്നില്ല, അവരൊരു പ്രോമിസിങ് അറ്റാക്ക് മെസ്സി ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. ഇത് ഈ കാരണത്തിനാൽ കൊണ്ടാണ് മെസ്സിക്ക് അവിടെ ഒരു യെല്ലോ കാർഡ് റെഡ് കാർഡ് പോവാത്തത്. മനസ്സിലായി? ഈ ഒരു ഹാൻഡ് ബോൾ നടക്കുന്നത് ഡീകോട്ടാത്തോ വെച്ചാണെങ്കിൽ അല്ലെങ്കിൽ അവരൊരു അറ്റാക്ക് അവരൊരു കൗണ്ടർ അറ്റാക്ക് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്കൊരു ഗോൾ ഓപ്പർച്യൂണിറ്റി സമയത്ത് നടക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും മെസ്സിക്ക് കാർഡ് കിട്ടുമായിരുന്നു. ബട്ട് ഇത് അങ്ങനെയൊന്നുമല്ല. ഒരു സത്യം പറഞ്ഞാൽ നടന്ന സംഭവം ഇതാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തത്? ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയ കയ്യിലൊരു ഫോട്ടോ വെച്ചിട്ട് എല്ലാവരും കമന്റിൽ ഇത് തന്നെ അടിച്ചോണ്ടിരുന്നു. അവരെന്തുകൊണ്ട് നിങ്ങൾ വെറുക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എടാ, ഗ്രൗണ്ടിൽ ഇറങ്ങി ഇത്ര മനോഹരമായി പന്ത് ഉരുട്ടാൻ പറ്റുന്ന ഒരു മുതലാണത്. അതിനെ നിങ്ങൾ എന്തിനാണ് ഇത്രയും വെറുക്കണത്? ഞങ്ങൾ ഒരു മീഡിയയിൽ വന്നിരുന്നിട്ട് നിലപാട് മാറ്റി പറയുന്നില്ല. ഞങ്ങൾ ഒരു മീഡിയയിൽ വന്നിരുന്നിട്ട് ഞങ്ങളാണ് ബെസ്റ്റ് എന്ന് പറയുന്നില്ല. ട്രിഗർ ആവുന്നില്ല. ഒരു മീഡിയ ഹാൻഡിലൊക്കെ അറിയും. ഒരു മീഡിയ എന്ത് ട്രിഗർ ആവണമൊക്കെ ഒരു കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനെ വളച്ചൊടിച്ച് സംസാരിക്കുന്നില്ല. ഞാനാണ് വലുതെന്ന് പറയുന്നില്ല. എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഞാനാണ് വലുതെന്ന് പറയുന്നില്ല. ചെയ്യുന്ന റെക്കോർഡുകൾ എടുത്ത് പറയുന്നില്ല. മെസ്സിയുടെ ഓരോ ഡൗൺഫാളും കണ്ടു വളർന്നവരാണ്. സോ അവന് വേണ്ടി ചാവും. അതാണ് റിയൽ ക്യാപ്റ്റൻ. ഇനി വരാൻ പോണ കളികൾ നമ്മൾ തോറ്റാലും, വരാൻ പോണ കളികൾ നമ്മളൊരു പെനാൽറ്റി മിസ്സാക്കിയാൽ പോലും ഒരു നോട്ടം കൊണ്ട് പോലും അവൻ്റെ ടീംമേറ്റ്സ് അവനെ വേദനിപ്പിക്കില്ല. ഈവൻ ഓൾസോ അവൻ്റെ ടീംമേറ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ പോലും ആ ഗ്രൗണ്ടിൽ നിന്ന് ശബ്ദം പോലും ഓർത്തില്ല മെസ്സി. ദാറ്റ് ഈസ് ക്യാപ്റ്റൻ. നിങ്ങൾ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും ചരിത്രം അവനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും.